ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു മോമോസിൻ്റെ റെസിപ്പി കാണാം. ഫസ്റ്റ് തന്നെ ഗൈസ് ഈ കാണിച്ചിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഡോ ഉണ്ടാക്കിയിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അരമണിക്കൂർ തൊട്ട് 3/4 മണിക്കൂർ വരെ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം കേട്ടോ, വെള്ളം കൂടി കഴിഞ്ഞാൽ മാവ് ഭയങ്കരമായിട്ട് സ്റ്റിക്കി ആയി പോകും. ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഫില്ലിങ്സ് ഉണ്ടാക്കാം. ഉപ്പും കുരുമുളകും ഇട്ടിട്ട് ചിക്കൻ നന്നായി വേവിച്ചെടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സബോള, കാബേജ്, ക്യാരറ്റ്, പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഇനി ഒരുമിച്ചിട്ടുണ്ട് ഞാൻ ഈ ഹാൻഡ് ചോപ്പർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കണ്ട. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സ് ആയി വരും. ഇതിനുശേഷം ഈ മിക്സിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി, സോയാ സോസ്, ടൊമാറ്റോ സോസ് ഒക്കെ ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സോയാ സോസ് ഒഴിക്കുമ്പോൾ കുറച്ച് ഒഴിക്കുക, കുറച്ച് കൂടി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കയ്പ്പ് വരും. ഇനിയാണ് ഗൈസ് എനിക്ക് അറിയാത്തത്, ഞാനിതുവരെ ചെയ്യാത്തതായിട്ടുള്ളൊരു പണി ചെയ്യാൻ പോണേ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന മാവ് എടുത്ത് പരത്തി അത് സർക്കിൾ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കണം. ഇതുവരെ അടുക്കളയിൽ കയറി ഒരു ചപ്പാത്തി പരത്താത്ത ഞാനാണ് ഗൈസ് മോമോസിന് വേണ്ടി ഇത് പരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ സർക്കിൾ ഷേപ്പിൽ ഞാനൊരു 13 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഫില്ലിങ്സ് വെച്ച് കൊടുക്കാം. ഗൈസ് ഞാൻ ആദ്യമായിട്ട് വെക്കുന്നത് ഭയങ്കര കോമഡി ആയിരുന്നു, പിന്നെ കേട്ടോ ശരിയാവുന്നത്, അതുകൊണ്ട് ലാസ്റ്റ് വെക്കുന്നത് കാണിച്ചത്. പിന്നെ ഗൈസ് നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, ഡോ പരത്തുമ്പോൾ നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക, അല്ലെങ്കിൽ നല്ല കട്ടി കൂടാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. എൻ്റെ ഇതിൽ കട്ടി കൂടിയിട്ടുണ്ട് കുറച്ച്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടിയിട്ടൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ നമ്മുടെ ഇഡ്ഡലി പാത്രത്തിലാണ് സ്റ്റീം ചെയ്യാനായിട്ട് വെച്ചിരിക്കുന്നത്. 2 തട്ടിലായിട്ടാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായത്. ഞാൻ ഇഡ്ഡലി ചെമ്പിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ പ്രീ ഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ് അത് സ്റ്റീം ആവണ നേരം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള ചട്നി ഉണ്ടാക്കാം. 1 തക്കാളി, 4 വെളുത്തുള്ളി, 1 പച്ചമുളക്, ടൊമാറ്റോ സോസും ചില്ലി ഫ്ലേക്സും വിനീഗറും കൂടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എത്രത്തോളം എരിവ് ഇഷ്ടമുണ്ടോ അതിനനുസരിച്ച് ചില്ലി ഫ്ലേക്സും പച്ചമുളകും ഇടാൻ ശ്രമിച്ചാൽ മതി കേട്ടോ. ഏതെങ്കിലും ഒന്നിട്ടാലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മോമോസ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കേസ് എല്ലാം പറഞ്ഞ പോലെ